ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ബാദിറു ബിൽ അഅമാലി സിത്തൻ, 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. ഏതൊക്കെയാണത്? 1, തുലൂ അശ്ശംസി മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് അതിനു മുമ്പ്, വദ്ദജ്ജാൽ, അതേപോലെ തന്നെ ദജ്ജാൽ വരുന്നതിന് മുമ്പ്, വദ്ദുഖാൻ, അതേപോലെ തന്നെ ആ വലിയ പുക വരുന്നതിന് മുമ്പ്, വദ്ദാബ്ബ, ദാബ്ബത്തുൽ അർള് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, വഖാസ്വത അഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വ അംറൽ ആമ്മ, എല്ലാവരെയും ബാധിക്കുന്ന ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഈ 6 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ആഖിറുസമാനിൽ, അവസാന കാലഘട്ടത്തിൽ വരുന്നതാണ്. ദാബ്ബത്തിൻ്റെ കൂടെ, ദജ്ജാലിൻ്റെ കൂടെ, അതേപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിൻ്റെ കൂടെ എല്ലാമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ദുഖാൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിനോടടുത്ത് എല്ലാ മനുഷ്യരെയും വ്യാപിക്കുന്ന ഒരു ശിക്ഷ പോലെ വരുന്ന മഹത്തായ, അതല്ലെങ്കിൽ വളരെ വലിയ ഗൗരവമേറിയ ഒരു പരീക്ഷണമായിരിക്കും ദുഖാൻ. ലോകം മുഴുവൻ ഒരു തരം പുക കൊണ്ട് മൂടുന്ന അവസ്ഥയായിരിക്കും ദുഖാൻ എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം. ഹാദാ വല്ലാഹു തആല അഅലം. ഇതാണ് 7ാമത്തെ അടയാളമായി സ്വഹീഹായ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 8ാമത്തെ പരീക്ഷണമാണ് ഇനി നാം മനസ്സിലാക്കുന്നത്. അന്ത്യസമയത്തിലെ 10 അടയാളങ്ങളെ, അതിനെ പണ്ഡിതന്മാർ 3ആക്കി വിഭജിച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വരവും ദജ്ജാലിൻ്റെ വധവും അതേപോലെ തന്നെ യഅ്ജൂജ് മഅ്ജൂജിൻ്റെ പ്രത്യക്ഷപ്പെടലുമെല്ലാമാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഒരു 2ാമത്തെ ഘട്ടമുണ്ട്. ആ 2ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുണ്ടാവുന്നതാണ് ദുഖാൻ. എന്നാൽ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും ദാബ്ബത്തുൽ അർദ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണ്. കാരണം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും വിശ്വാസം, ഈമാൻ സ്വീകരിക്കുകയില്ല. അതിനു മുമ്പേ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസമല്ലാതെ പുതുതായി വിശ്വസിക്കുന്ന ഒരാളുടെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ തിന്മകളിൽ വ്യാപൃതനായി കഴിഞ്ഞ ഒരു വ്യക്തി തൗബ ചെയ്താൽ ആ തൗബയും സ്വീകരിക്കുകയില്ല. ഇങ്ങനെ തൗബയും ഈമാനും സ്വീകരിക്കാത്ത ഘട്ടമാണ് പ്രധാനപ്പെട്ട 2ാമത്തെ ഘട്ടം. ആ 2ാമത്തെ ഘട്ടത്തിലെ 1ാമത്തെ അടയാളമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നത്. കാരണം ലോകത്ത് നാളിതുവരെ നടന്നു വന്നിരുന്ന, കൃത്യമായി സംഭവിച്ചുകൊണ്ടിരുന്ന പ്രാപഞ്ചികമായ ഒരു വലിയ പ്രതിഭാസത്തിൽ മാറ്റമുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല പറഞ്ഞത്, ദജ്ജാലിൻ്റെ വരവോടുകൂടി ഭൂമിയിലെ അവസ്ഥയാണ് മാറുന്നതെങ്കിൽ ആകാശത്തിലെ അവസ്ഥ മാറുന്നതിൻ്റെ തുടക്കമാണ് തുലൂഉ ശംസി മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നത്. അത് സംഭവിക്കുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് അള്ളാഹു പറഞ്ഞതാണ് സത്യം, പ്രവാചകന്മാർ പറഞ്ഞതാണ് സത്യം എന്ന് ബോധ്യപ്പെടുകയും അവരെല്ലാവരും വിശ്വസിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ആ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ അടയാളമാണ് 8ാമത്തെ അടയാളമായി കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത് തുലൂഉ ശംസി മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നത്. അതിനുള്ള തെളിവുകളിലൊന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. സൂറത്തുൽ അൻആമിലെ 158ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹൽ യൻളുറൂന, മനുഷ്യർ കാത്തു നിൽക്കുന്നത് എന്താണ്? അതല്ല അവർ കാത്തിരിക്കുകയാണോ എന്തല്ലാതെ, ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക്. മനുഷ്യർ എന്താണ് ഇനി കാത്തു നിൽക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, ദീനിയായ കാര്യങ്ങൾ വിശദീകരിച്ചു.
ആ പ്രവാചകനിലൂടെ ഒട്ടനവധി അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഇനിയും വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങൾ എന്താണ് കാത്തു നിൽക്കുന്നത്? ഇനി നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ ഈ പറയുന്ന 3 കാര്യങ്ങളല്ലാതെ മറ്റു വല്ലതുമുണ്ടോ? ഏതൊക്കെയാണത്? 1, ഇല്ല അൻ തഅതിയഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കൽ വരുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം 1 മരണമാണ്. കാരണം മരിക്കുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി മലക്കുകൾ മനുഷ്യൻ്റെ ആത്മാവിനെ, ജീവനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരും. അങ്ങനെ മലക്കുൽ മൗത്തിനെ കണ്ടു കഴിഞ്ഞാൽ, കൂടെയുള്ള മലക്കുകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള ഒരു മുഹൂർത്തമാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി വരുന്നതിനെക്കുറിച്ചുമാകാം. വജാഅ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ, കൂട്ടം കൂട്ടമായി മലക്കുകളും അതേപോലെ തന്നെ അള്ളാഹുവും വരുന്ന ദിവസം. ആ നിലക്ക് ഖിയാമത്ത് നാളിലെ മലക്കുകളുടെ വരവുമാകാം. രണ്ടാണെങ്കിലും അതാണോ ഇനി അവർ കാത്തു നിൽക്കുന്നത്? അല്ലെങ്കിൽ ഔ യഅതിയ റബ്ബുക്, നിങ്ങളുടെ റബ്ബ് തന്നെ വിചാരണയ്ക്ക് വേണ്ടി വരുന്നത്. അതാണ് വജാഅ റബ്ബുക വൽ മലക്കു, അള്ളാഹുവും വരും മലക്കുകളും വരും. അങ്ങനെ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വരുന്ന ഖിയാമത്ത് നാളാണോ അവർ കാത്തു നിൽക്കുന്നത്? അല്ലെങ്കിൽ ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ ചില ആയാത്തുകൾ വരുന്നതിനെയാണോ അവർ കാത്തു നിൽക്കുന്നത്? അപ്പോൾ മലക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ അള്ളാഹു വരുന്ന ഖിയാമത്ത് നാൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചില അടയാളങ്ങൾ വരുന്നതിനെയാണോ അവർ കാത്തു നിൽക്കുന്നത്? എന്താണ് ആ അടയാളങ്ങളുടെ പ്രത്യേകത? യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, അത്തരത്തിലുള്ള അള്ളാഹുവിൽ നിന്നുള്ള ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു നഫ്സിനും അതിൻ്റെ ഈമാൻ ഉപകാരപ്പെടുകയില്ല. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, അള്ളാഹുവിൻ്റെ അത്തരം ആയാത്തുകൾ വന്നു കഴിഞ്ഞാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരു നഫ്സിനും അതിൻ്റെ ഈമാൻ ഉപകാരപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. ആരുടേതല്ലാതെ? ലം തകുൻ ആമനത് മിൻ ഖബ്ലു, ആ അടയാളം വരുന്നതിന് മുമ്പ് തന്നെ വിശ്വസിച്ച വല്ലവരും ഉണ്ടെങ്കിൽ അവരുടേത് സ്വീകരിക്കപ്പെടും. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഖൈറ് നേരത്തെ തന്നെ മനസ്സിൽ സൂക്ഷിച്ച ആളുകൾ. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി വിശ്വാസം സ്വീകരിച്ചവരോ, അതല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ വേണ്ടത്ര കർമ്മങ്ങൾ, അതല്ലെങ്കിൽ വേണ്ടത്ര രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈമാനിൻ്റെ ഒരംശം ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഈമാനിൻ്റെ ഒരംശമെങ്കിലും ഹൃദയത്തിൽ നേരത്തെ കരുതി വച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കല്ലാതെ അവരുടെ വിശ്വാസം ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പുതുതായി വിശ്വസിക്കുന്ന ഒരാളുടെ വിശ്വാസം അള്ളാഹു സ്വീകരിക്കുകയില്ല. നേരത്തെ തന്നെ വിശ്വസിച്ച് നല്ല ജീവിതം നയിക്കുന്നവരോ, അല്ലെങ്കിൽ നേരത്തെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര കർമ്മങ്ങളില്ലെങ്കിൽ പോലും ഈമാനിൽ നിന്ന് വല്ലതും നേരത്തെ കരുതി വെച്ച ആളുകളോ, അവർക്ക് ഉപകാരപ്പെടും. അതല്ലാത്ത ഒരാൾക്കും ഇത്തരം അടയാളങ്ങൾ വന്നാൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഖുലിൻ തദിറു, അതുകൊണ്ട് മനുഷ്യരോട് പറയൂ, കാത്തിരുന്നോളൂ നിങ്ങൾ. ഫഇൻ ഖുലിൻ തദിറു ഇന്നാ മുൻതദിറൂൻ, ഞങ്ങളും കാത്തു നിൽക്കുകയാണ്. നിങ്ങളും കാത്തിരുന്നോളൂ, ഞങ്ങളും കാത്തു നിൽക്കുകയാണ്. ലോകത്തോട് മുഴുവൻ നമുക്ക് പറയാനുള്ളത് അതാണ്. പ്രവാചകൻ പഠിപ്പിച്ച അടയാളങ്ങൾ, ഇസ്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള അടയാളങ്ങളും അത് വരും. കാത്തിരുന്നോളൂ, ഞങ്ങളും കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിൽ നിന്നും ചില അടയാളങ്ങൾ വരാനുണ്ട്. ആ അടയാളങ്ങൾ വന്നാൽ പിന്നീടുള്ള വിശ്വാസികളുടെ വിശ്വാസം സ്വീകരിക്കുകയില്ല. അപ്പോൾ നമുക്കറിയാം, ദജ്ജാലിൻ്റെ സന്ദർഭത്തിൽ, അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴൊക്കെ അഹ്ലുൽ കിതാബിൽപ്പെട്ട പല ആളുകളും, അല്ല മുഴുവൻ ആളുകളും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ വിശ്വാസം അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. ആ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ അടയാളങ്ങളല്ല ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ ഏതാണ് ആ അടയാളം? അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ, അദ്ദേഹം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെല്ലാം
ഈ അടയാളങ്ങൾ ഏതാണ് എന്ന വിഷയത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വഔലൽ അഖ്വാലി ബിസ്സവാബി ഫീ ദാലിക്, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമെന്നത് മാ തവാഹറത് ബിഹിൽ അഖ്ബാറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വളരെ വ്യക്തമായി വെളിവാക്കപ്പെട്ടിട്ടുള്ള ചില ഹദീസുകളാണ്. എന്താണത്? അന്നഹു ഖാല ദാലിക ഹീന തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സന്ദർഭത്തിലാണ് ഈമാൻ ഉപകാരപ്പെടാത്തത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 158 ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആ അടയാളം അത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ് എന്ന് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ആ അടയാളം എന്താണ് എന്ന് ഹദീസുകളിൽ വന്നത് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ലാ തഖൂമുസ് സാഅതു ഹത്താ തത്ലുഅ അശ്-ശംസു മിൻ മഗ്രിബിഹാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ തത്ലുഅ അശ്-ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ. ഫഇദാ ത്വലഅത്, അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും വറആഹന്നാസ്, ജനങ്ങളത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്താൽ ആമനു അജ്മഊൻ, അവർ എല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കും. വദാലിക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, എന്നാൽ അന്ന് അവരുടെ ഈമാൻ ഉപകാരപ്പെടുകയുമില്ല. സുമ്മ ഖറഅ അൽ ആയ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നാം പാരായണം ചെയ്ത സൂറത്തുൽ അൻആമിലെ ആയത്ത് ഓതുകയും ചെയ്തു. അപ്പോൾ സൂറത്തുൽ അൻആമിൽ ഒരാൾക്കും അവരുടെ വിശ്വാസം ഉപകാരപ്പെടുകയില്ല അങ്ങനെയുള്ള അടയാളം എന്ന് അള്ളാഹു പറഞ്ഞത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ് എന്ന് കൃത്യമായി ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്.